ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യഹൂദർ യേശുവിനോട് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. ഉത്തരമായി യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു തന്നെ സമയക്കാരി സ്ത്രീക്ക് താൻ മിശിഹായാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യത്തിൽ അന്ധനായ മനുഷ്യനോട് താൻ ദൈവപുത്രനാണെന്നും വെളിപ്പെടുത്തുന്നു. യേശു സ്വയം താൻ ക്രിസ്തുവാണെന്ന് അരുൾ ചെയ്തിട്ടും യഹൂദർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. യേശു പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ യേശു ക്രിസ്തുവാണെന്നതിന് തെളിവായിരുന്നു. യേശയുടെ പുസ്തകം 35-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, മിശിഹ വന്നു കഴിയുമ്പോൾ അവൻ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും താൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന നിരന്തരമായ അവകാശവാദമായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഭൂരിപക്ഷം യഹൂദരും യേശുവിനെ ക്രിസ്തുവാണെന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് 3 കാര്യങ്ങളാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. ഒന്നാമതായി, യേശുവിനെ നാഥനും കർത്താവുമായി അംഗീകരിച്ചാൽ അവർക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്നും ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ അറിയുമെന്നും യേശു വാഗ്ദാനം ചെയ്തു. രണ്ടാമതായി, മരണത്തിന് പോലും നശിപ്പിക്കുവാനാവാത്ത ജീവിതത്തിൻ്റെ മഹത്വം അവർ അറിയും. മൂന്നാമതായി, സുരക്ഷിതമായ ഒരു ജീവിതം അവർക്കുണ്ടാകും. ഇതിനർത്ഥം അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഉണ്ടായിരിക്കില്ല എന്നല്ല. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടിൻ്റെ മണിക്കൂറുകളിലും ദൈവം അവരുടെ സഹായമായിരിക്കുകയും വിഷമങ്ങളുടെ നിമിഷത്തിലും അവർ ശാന്തത അറിയുക തന്നെ ചെയ്യും. ഇന്നത്തെ സുവിശേഷം ശ്രവിക്കുമ്പോൾ നമുക്കും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാം. അങ്ങനെ ക്രിസ്തു എന്ന നല്ല ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന നല്ല അജഗണമായി മാറിക്കൊണ്ട് ക്രിസ്തു നൽകുന്ന നിത്യജീവന് നമുക്ക് അർഹരാകാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.